ഹേ ഗായ്സ്, അൽബിനാണ്. യെസ്, നമ്മുടെ അരുൺ ചന്തു, അതായത് ഗഗനാചാരിയുടെ ഡയറക്റ്റ് ചെയ്യുന്ന ജഗതി ചേട്ടൻ, അജു വർഗീസ്, പിന്നെ ബേസിൽ ജോസഫ്, അനാർക്കലി മരിക്കാർ, ഗോകുൽ സുരേഷ്, അങ്ങനെ നല്ലൊരു കാസ്റ്റോട് കൂടി വരുന്ന സിനിമയാണ് വല. അപ്പോൾ പടത്തിൻ്റെ പോസ്റ്റർ ജഗതി ചേട്ടൻ്റെ ഒരു പിക്ക് വെച്ചിട്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ വൻ ഹൈപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ, അതായത് അരുൺ ചന്തുവിൻ്റെ മുന്നത്തെ പടം ഗഗനാചാരി ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്കൊരു വേറൊരു ടൈപ്പ് പടം പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതൊരു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഒരു സിമ്പിൾ പടം വിത്ത് ഹൈ ടെക്നിക്കൽ പരിപാടികൾ പിടിച്ചിട്ടുള്ള ഒരു പടമാണ് ഗഗനാചാരി. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായ പടമാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത പടമാണ് വല എന്ന് പറയുന്നത്. അപ്പോൾ ഈ വല എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ നമുക്ക് കണ്ടിട്ട് വരാം. ട്രെയിലറിന് ഡ്യൂറേഷൻ വരുന്നത് 4 മിനിറ്റ് 33 സെക്കൻഡാണ്. അപ്പോൾ എന്തോ വൻ പരിപാടിയാണ്. നമുക്ക് നേരെ കണ്ടിട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നേരെ റിവ്യൂലോട്ട് പോകാം. കൊള്ളടാ, ഒരു വൻ പരിപാടി വരുന്നുണ്ട് മോളിവുഡിൽ. അങ്ങനെ മോളിവുഡിലും ഒരു സോംബി പരിപാടി വരുന്നുണ്ട് എന്ന് പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി എനിക്ക് അരുൺ ചന്ദു ഡയറക്ടർ ഭയങ്കര ഇഷ്ടമാണ്. ആളുടെ വിഷൻസും ആളുടെ ഒരു സ്കിൽസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആൾ ഒരിക്കലും നമ്മളെ മുഷിപ്പിക്കില്ല എന്ന് വിചാരിക്കുന്നു. നല്ലൊരു പ്രതീക്ഷയുണ്ട് പടത്തിന് ട്രെയിലർ കണ്ടപ്പോൾ നമുക്കൊരു ചെറിയൊരു പരിപാടി കിട്ടിയിട്ടുണ്ട്. അതായത് ജഗതി ചേട്ടൻ്റെ ഒരു വീട് മീൻസ് ഒരു ലാബാണത്. അവിടെ ഉണ്ടാകുന്ന ഒരു പരിപാടികളുടെ കോൺസിക്വൻസസ് സോംബിയിലേക്ക് മാറുന്നു, അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് കണ്ടിട്ടറിയാം. സത്യമായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ജഗതി ചേട്ടൻ തിരിച്ചു വരുന്നതിൽ. കാരണം ഒരുപാട് നാളായി സിനിമയിലുള്ള കണ്ടിട്ട്. അപ്പം റിയലി വെയിറ്റിംഗ്. കൂടെ ബേസിൽ ജോസഫ്, അജു വർഗീസ്, വിനീത് ഉണ്ട്, പിന്നെ അനാർക്കലി ഉണ്ട്. അപ്പോൾ വൻ കാസ്റ്റാണ്. നല്ലൊരു പടമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു വിഷ്വലി നല്ലൊരു ട്രീറ്റ് ആയിരിക്കും അരുൺ ചന്ദുവിൻ്റെ പടം. കാരണം എനിക്ക് ആ ഗഗനാചാരിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇതും അമ്മാരിയുടെ ട്രീറ്റ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മ്യൂസിക് അതിൻ്റെ ഫ്ലോയും അതൊരു വേറൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫ്രെയിമുകളായാലും നമുക്ക് ഇപ്പം എയുടെ സഹായത്തോടെ കുറേ പരിപാടി ചെയ്യാം. പക്ഷെ എന്നാലും അത് വർക്കൗട്ട് ചെയ്തെടുക്കാനും തിങ്ക് ചെയ്യാനൊക്കെ അതൊരു കഴിവ് തന്നെയാണ്. നമ്മുടെ അരുൺ ചന്ദൻ ഡയറക്ടർ നല്ല വിഷനുള്ളൊരു ഡയറക്ടറാണ്. മോളിവുഡിൽ ഇനി എടുത്തു പറയാവുന്നൊരു ഡയറക്ടറായി മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ തിയേറ്ററിൽ തന്നെ കാണും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോസിന് വേണ്ടി ചെയ്യാം. ഓക്കെ, ബൈ.